നമസ്കാരം, ഞാൻ പ്രതീഷ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫൈനൽ ടെസ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്തായാലും നമ്മുടെ ബുക്ക് ചെയ്തിരുന്ന അപ്പോയിൻമെൻറ്റ് പ്രകാരം കഴിഞ്ഞ ദിവസം നമുക്ക് ഫൈനൽ ടെസ്റ്റായിരുന്നു. ഫൈനൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. വിചാരിച്ച് പോയതുപോലെയുള്ള വലിയൊരു ടെൻഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് വന്നില്ല. എന്തായാലും നമുക്ക് കുറച്ച് ട്രെയിനിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും വളരെ ഒരു വിഷമത്തോടു കൂടിയായിരുന്നു നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോയത്. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് കിട്ടിയതാകപ്പാടെ ഒരു 10 മിനിറ്റത്തെ ട്രെയിനിങ് മാത്രമാണ്. ആ സമയം കൊണ്ട് നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ക്യാച്ച് ചെയ്തെടുത്തില്ലെങ്കിൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കതിനെ ഫൈനൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയായി തീരും എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു വേദന അല്ലെങ്കിൽ ഒരു വിഷമം എന്ന് പറയുന്നത്. എനിവേ, ഭാഗ്യവശാൽ ഈ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ തവണ പറഞ്ഞു, പാർക്കിങ്ങിനകത്ത് വരുന്നതിനകത്ത് സ്ട്രെയിറ്റ് പാർക്കിങ്, 90 ഡിഗ്രി പാർക്കിങ്, പിന്നെ ഈ പറഞ്ഞ പോലെ പാരലൽ പാർക്കിങ്, റിവേഴ്സ് പാർക്കിങ്. എന്തായാലും എല്ലാ പാർക്കിങ്ങുകളും ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ജസ്റ്റ് നമ്മൾ ആ ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്തു. ചെന്ന് കഴിഞ്ഞ് നമുക്ക് വണ്ടിയിൽ നമ്മൾ കയറ്റിക്കൊണ്ട് പോകുന്നതല്ല, ജസ്റ്റ് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി എടുപ്പിച്ചിട്ട് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിനകത്ത് നമ്മൾ ഒരു റൗണ്ട് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഭാഗ്യവശാൽ കൂടുതലായിട്ട് പാർക്കിങ്ങുകളൊന്നും ചെയ്യിപ്പിച്ചില്ല. നേരെ ഒരു പാരലൽ പാർക്കിങ് മാത്രം ഒന്ന് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞു എന്തായാലും കേട്ടോ. ഓക്കെ, അപ്പം ഞാനതിനകത്ത് ഈ പറഞ്ഞതുപോലെ കുറച്ച് പറഞ്ഞായിരുന്നല്ലോ, മൈൻഡ് കാൽക്കുലേഷൻസ് നടത്തിയാണ് ഞാനത് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് കാൽക്കുലേഷൻ എന്തായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഞാനതൊന്ന് വെളിവാക്കണമെന്ന് പറഞ്ഞു തരണമെന്ന് വിചാരിച്ചിരുന്നു. ഒക്കെ നമ്മൾ പല വീഡിയോകളും നമ്മൾ കാണാറുണ്ട്. പാർക്കിംഗ് സംബന്ധമായിട്ടുള്ള റിവേഴ്സ് ആണെങ്കിലും ശരി, സൈഡ് പാർക്കിംഗ് ആണെങ്കിലും എല്ലാം നമ്മൾ വീഡിയോകൾ പലതും കാണാറുണ്ട്. ഓക്കെ, അത് തന്നെ. എന്നിരുന്നാലും ഇത് പാർക്കിങ്ങുകൾ പല വീഡിയോകളിലും കാണിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഈ ടെസ്റ്റിങ്ങിന് പോകുമ്പോഴത്തേക്ക്, ഫൈനൽ ടെസ്റ്റിന് പോകുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, എത്രത്തോളം വീഡിയോ കണ്ട് നമ്മൾ പോയെന്ന് പറഞ്ഞാലും നമ്മളത് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് വെളിപ്പെടുത്തുക എന്നൊരു കാര്യത്തിലൂടെയാണ് ഒരു ഉദ്ദേശം കൂടിയുണ്ട് കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയ 10 മിനിറ്റ് ആ ഒരു ട്രെയിനിങ് ടൈമിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. എന്നാലും അത്യാവശ്യം വണ്ടി ഓടിക്കുന്നവരായിരിക്കും മിക്കവാറും ഈ ഒരു അഡ്വാൻസ് ലെവലിലോട്ട് വരാൻ പറ്റുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവർക്ക് ഏകദേശം പറഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ. എനിവേ, പാരലൽ പാർക്കിങ്ങിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. പാരലൽ പാർക്കിംഗ് ആണ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഫൈനൽ ടെസ്റ്റുകളിലും എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. റിവേഴ്സ് പാർക്കിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രണ്ടിൽ കയറിയിട്ട് ഫ്രണ്ട് പോയിട്ടുള്ള ഈ 90 ഡിഗ്രി പാർക്കിംഗ് ഒക്കെ വളരെ റെയറായിട്ടാണ് എനിക്ക് തോന്നുന്നു കിട്ടുന്നത്. കൂടുതലും സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ പാരലൽ പാർക്കിങ്ങിനകത്താണ് കൂടുതലും അവർക്ക് ടെസ്റ്റിങ് കിട്ടിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പാരലൽ പാർക്കിങ്ങിനെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പാരലൽ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓടി വരുന്ന റോഡിന് സമാന്തരമായിട്ട് ഉള്ള പാർക്കിംഗ് ആണ്. അതിനകത്ത് നമുക്ക് ഒരു പാർക്കിംഗ് സ്ലോട്ട് കിട്ടും. ഓക്കെ, ആ ഒരു സ്ലോട്ടിൽ, അതായത് വണ്ടി ഓടി വരുന്ന സെയിം രീതിയിൽ തന്നെ വണ്ടി ആ ഒരു ഡയറക്ഷനിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞായിരുന്നല്ലോ, അന്ന് കിട്ടിയ കുറച്ചൊരു കണക്കുകൂട്ടലുകൾ, ആ ഒരു കണക്കുകൂട്ടലുകൾ പ്രകാരമാണ് നമുക്കത് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നത്. ഓക്കെ, നമ്മൾ ഈ പാരലൽ പാർക്കിംഗ് ആണെങ്കിലും, പാരലൽ പാർക്കിംഗ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓടിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വണ്ടി നമ്മൾ ഓടിച്ച് വരുന്ന വഴിയുടെ സെൻട്രലിലൂടെ കൊണ്ട് നമുക്കൊന്ന് നിർത്തുവാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ ഇപ്പം ഇടത് സൈഡ് ചേർന്നോ അല്ലെങ്കിൽ പരമാവധി വലത് സൈഡ് ചേർന്നോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഓടിച്ചു വരുന്ന വണ്ടി നമ്മൾ പാർക്ക് ചെയ്യാൻ പോകുന്ന പാരലൽ പാർക്കിംഗ് സ്ലോട്ടിൻ്റെ അവിടേക്ക് നമുക്ക് എത്തുമ്പോഴത്തേക്ക് റോഡിൻ്റെ സെൻട്രലിലായിരിക്കണം നമ്മുടെ വണ്ടിയുടെ പൊസിഷൻ നിൽക്കുന്നത്. വണ്ടിയുടെ പൊസിഷൻ സെൻട്രലിൽ നിന്നേച്ച് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നമ്മൾ നോക്കുമ്പോൾ ബാക്ക് സൈഡിലെ റൈറ്റ് സൈഡിൽ ബാക്ക് സൈഡിലേക്ക്, അതായത് പാസഞ്ചർ സീറ്റിൻ്റെ ആ സൈഡിൽ വരുന്ന മെയിൻ ഗ്ലാസ് ഉണ്ട്.
നമ്മുടെ വിൻഡോ ക്വാർട്ടർ ഗ്ലാസ് അല്ല, വിൻഡോ ഗ്ലാസ്. ക്വാർട്ടർ ഗ്ലാസ്സിലൂടെ അല്ല, ഒരിക്കലും ക്വാർട്ടർ ഗ്ലാസ്സിലൂടെ ശ്രദ്ധിക്കരുത്. ക്വാർട്ടർ ഗ്ലാസ് ഉള്ള വണ്ടികളും ഉണ്ടാവും, ക്വാർട്ടർ ഗ്ലാസ് ഇല്ലാത്ത വണ്ടികളും ഉണ്ടാവും. ഏതാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ബാക്ക് സൈഡിലെ സീറ്റിന് ചേർന്ന് വരുന്ന ഗ്ലാസ്, ഡോറിൽ വരുന്ന മെയിനായിട്ട് വരുന്ന ഡോറിൽ വരുന്ന ഗ്ലാസ്, ആ ഗ്ലാസിൻ്റെ എൻഡിലൂടെ ഒക്കെ നമുക്ക് പാർക്ക് ചെയ്യേണ്ട സൈഡിലുള്ള ആദ്യത്തെ ഒരു കോണുണ്ടാവും, ട്രാഫിക് കോണ്. ആ ട്രാഫിക് കോണിൻ്റെ ഒരല്പം എൻഡ് കാണുന്നതൊക്കെ വിധത്തിൽ ആ ഒരു എൻഡ് കാണുക എന്ന് പറയുന്നതിൻ്റെ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ബാക്കിലെ റൈറ്റ് സൈഡിലുള്ള ഗ്ലാസിൻ്റെ ലാസ്റ്റ് കോർണറിലൂടെ നമ്മൾ ഈ ട്രാഫിക് കോണിൻ്റെ എൻഡ് കാണുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വണ്ടിയുടെ, നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ ബാക്ക് സൈഡിലെ റൈറ്റ് സൈഡിലെ വീല് വന്ന് നിൽക്കുന്നത് ഏകദേശം ഈ നിൽക്കുന്ന നമ്മൾ ഈ എൻഡിലൂടെ കണ്ട ആ കോണിൻ്റെ ലെവലിലായിരിക്കും വന്ന് നിൽക്കുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ അകത്തെ മെയിൻ പോയിൻ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് നമ്മൾ ഓടിച്ചുകൊണ്ട് വരുന്ന വണ്ടിയുടെ ബാക്ക് വീല് ഏകദേശം നല്ല പ്രോപ്പറായിട്ട് ആ നമ്മളെ പാർക്ക് ചെയ്ത് കയറാൻ പോകുന്ന ആ സ്ലോട്ടിലെ ഫസ്റ്റ് കോണിൽ ലെവലായിട്ട് കിട്ടുക എന്നുള്ളതാണ് മെയിനായിട്ട്. അപ്പം നമുക്ക് എന്തായാലും അത് മിററിലൂടെ നോക്കി നമുക്കത് പ്രോപ്പറായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിലൂടെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കോണിൻ്റെ ഒരു ഹെഡ് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നമുക്കത് വിലയിരുത്താൻ പറ്റും. നമ്മളുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് വീല് നിൽക്കുന്നത് ഏകദേശം ആ കോണിൻ്റെ ഒരു സെയിം ലെവലിലാണ് നിൽക്കുന്നത്. ആ സെയിം ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വണ്ടി ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ കയറുന്നത്. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ റൈറ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഏത് സൈഡിലേക്കാണ് തിരിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ നമ്മൾ മസ്റ്റായിട്ട് ഇടുക. ആ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഫുള്ളായിട്ട് വണ്ടി സ്റ്റിയറിങ് റൈറ്റിലേക്ക് കട്ട് ചെയ്യുക. സ്റ്റിയറിങ് റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് സൈഡിലുള്ള മിററിലൂടെ, അതായത് ബാക്ക് സൈഡിൽ 2 കോണുകളുണ്ടാവും. ഓക്കെ, റോഡ് സൈഡിനോട് ചേർന്ന് നിൽക്കുന്ന കോണും ഉണ്ടാവും. പിന്നെ നമുക്ക് പാർക്ക് ചെയ്ത് ചെല്ലുമ്പോഴത്തേക്ക് കിട്ടുന്ന റൈറ്റ് സൈഡിലെ കോണും ഉണ്ടാവും. ഓക്കെ, അതായത് വണ്ടിയുടെ ബാക്ക് സൈഡിൽ റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പം നമ്മൾ റിവേഴ്സ് എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈവിംഗ് സൈഡിലുള്ള മിററിലൂടെ ആ രണ്ടാമത്തെ കോണ് നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മളവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഈ രണ്ടാമത്തെ കോണ് നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്ക് വണ്ടി അവിടെ നമ്മൾ മൂവ് ചെയ്യുന്നത് നിർത്തിക്കൊണ്ട് സ്റ്റിയറിങ് സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ ആദ്യം കാണുന്ന ഒരു കോണുണ്ടാവും. ആ കോണിൻ്റെ ലെവലിലേക്ക് നമ്മുടെ ഡ്രൈവറുടെ സീറ്റിൽ നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്യുന്ന ലോക്കുണ്ട്. ഓക്കെ, അകത്തിരുന്നുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു ലോക്കുണ്ടല്ലോ. ഓക്കെ, ആ ലോക്കും ഈ പറഞ്ഞ റൈറ്റ് സൈഡിലുള്ള ആ ഒരു കോണുമായിട്ട് നമ്മളത് ലെവലിലേക്ക് കൊണ്ടുവരിക. മീൻസ് സ്ട്രെയിറ്റ് ബാക്കിലോട്ട് മൂവ് ചെയ്യണം. അന്നേരത്തേക്ക് വണ്ടിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ബാക്കിലോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ റൈറ്റ് സൈഡിലെ ഡോറിൻ്റെ ഡോർ ലോക്ക് ഏകദേശം ഈ റൈറ്റ് സൈഡിലുള്ള ആദ്യത്തെ ഈ കോണിൻ്റെ ലെവലിലേക്ക് വന്നിരിക്കും. ആ ലെവലിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല വീഡിയോയിലും നമ്മൾ കാണാറുണ്ട്. സ്ട്രെയിറ്റ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുറച്ചല്പം മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്രൈവർ സൈഡിലെ അതൊക്കെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ സൈഡിലുള്ള അതായത് ലെഫ്റ്റ് സൈഡിലെ വീല് വന്നിട്ട് ആ ഒരു ലൈനിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കത് ഗ്ലാസ്സിലൂടെയൊക്കെ നമുക്ക് നോക്കി അത് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ടെസ്റ്റിങ്ങിലിരിക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല പ്രഷറിലായിരിക്കും ഒരു പക്ഷേങ്കിൽ. എനിവേ അല്ല, ഇപ്പം ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ ഈസി മെത്തേഡിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോരുമ്പോഴത്തേക്ക് ഏകദേശം ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ആ ഒരു ഫ്രണ്ട് ടയർ വന്നിട്ട് ഏകദേശം ആ ആദ്യത്തെ ലൈനിൽ വന്ന് ടച്ചായിട്ട് നിൽക്കുന്നൊരു സ്റ്റാറ്റസ് നമുക്ക് കിട്ടും. നമുക്ക് ആ ലൈനിലോട്ട് നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ടോ, വീല് എത്തുന്നുണ്ടോ എന്നൊന്നും നോക്കാൻ നിൽക്കുന്നതിനേക്കാൾ നമുക്ക് ഈസി എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന സീറ്റിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലെവൽ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു പൊസിഷനിലേക്ക് വണ്ടി ഓട്ടോമാറ്റിക്കലി തന്നെ വരുന്നുണ്ട്.
ഓക്കെ, അത് ആ ഒരു ലെവലിലോട്ട് വണ്ടി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞല്ലോ റൈറ്റ് സൈഡിലെ ഡോർ ലോക്കിൻ്റെ ആ ഒരു ലെവലും ആദ്യത്തെ ഈ കോണുമായിട്ടുള്ള ആ ഒരു ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ ഓക്കെ, അവിടെ നിന്ന് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിയറിങ് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യാം. ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് ബാക്ക് സൈഡ് നോക്കി നമ്മൾ കയറി ചെല്ലുക. പരമാവധി നമ്മൾ ബാക്കിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പറഞ്ഞല്ലോ 2 കോണുകളുണ്ടാവും, 2 ട്രാഫിക് കോണുകളുണ്ടാവും. ഈ 2 ട്രാഫിക് കോണുകളിൽ ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ റിവേഴ്സിന് വാണിംഗ് ഒക്കെ തരുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ വാണിംഗ് സിഗ്നലുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും, കീ എന്നുള്ള സൗണ്ടുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് പരമാവധി സ്റ്റോപ്പ് ചെയ്യുക വണ്ടി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലെ മിററിലൂടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് 2 കോണുകളും ബാക്ക് സൈഡിലുള്ള 2 കോണുകളും ഏകദേശം ഒരു തുല്യമായിട്ടുള്ള അകലത്തിലായിരിക്കും എന്നുള്ളതൊന്ന് ഏകദേശം ഒന്ന് ഉറപ്പ് വരുത്താൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിലോട്ട് പോയി ഇടിക്കാതെ, കോണുകളിൽ തട്ടാതെ വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് അതായത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്ലോട്ടിനകത്ത് ഏകദേശം വണ്ടി സെൻട്രലിൽ നിൽക്കത്തക്ക വിധത്തിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിടുക. ഇതാണ് മെയിനായിട്ട് പാരലൽ പാർക്കിങ്ങിനകത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, എന്തായാലും ടെസ്റ്റിങ്ങിൽ പാസ്സാകാൻ കഴിഞ്ഞു, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മുറൂറിലേക്കുള്ളൊരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. ലൈസൻസ് കയ്യിലോട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. മുറൂറിലേക്കുള്ളൊരു പേപ്പർ തന്നിട്ടുണ്ട്. മുറൂറിലേക്കുള്ള പേപ്പറും പിന്നെ കണ്ണിൻ്റെ ടെസ്റ്റിനുള്ള ഒരു പേപ്പറും ഉണ്ട്. ഇത് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ണിൻ്റെ ടെസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ കൊടുക്കുക. എനിക്ക് തോന്നുന്നു പല ഹോസ്പിറ്റലുകളിലും പല റേറ്റുകളാണെന്ന് തോന്നുന്നു. ഇവിടെ കൽഫേഷ്യ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നത് 80 റിയാലിന് ഈ പറഞ്ഞ ഐ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്നുണ്ട്. ഞാൻ പോയില്ല, എനിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പോയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ 110 120 റിയാൽ അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഞാനിവിടെ ജുബൈലിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നേച്ച് പറഞ്ഞതുപോലെ ഐ ടെസ്റ്റ് എടുക്കുക. ഐ ടെസ്റ്റും അല്ലെങ്കിൽ അവർ പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ടെസ്റ്റും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെ 1-2 ടെസ്റ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഐ ടെസ്റ്റ് മാത്രമല്ല. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ റിസൾട്ട് കാത്തു നിൽക്കുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നേരെ ആ പേപ്പർ അതിൻ്റെ റിസൾട്ട് മുറൂറിലേക്ക് പോകുന്നതായിരിക്കും. മുറൂർ എന്താണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഓക്കെ, ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പേപ്പർ പോകുന്നതായിരിക്കും. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 2-3-4 ദിവസം എടുക്കുമെന്ന് തോന്നുന്നു ഈ നമ്മുടെ ഈ മെഡിക്കൽ റിപ്പോർട്ട് ഈ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുവാനായിട്ട്. അതിനുശേഷം നമുക്ക് സ്കൂളിൽ നിന്ന് നമുക്കൊരു പേപ്പർ തന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഫൈനൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് ആയിരിക്കണം അത് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കുവാനായിട്ട് പെർമിഷൻ ഇല്ല. അത് ഓപ്പൺ ചെയ്യാതെ തന്നെ നമ്മൾ ആ പേപ്പറുമായിട്ട് നേരെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലാനായിട്ടാണ് ഉള്ള നിർദ്ദേശമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും പാസ്സാകുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, എന്ന് പറഞ്ഞതുപോലെ തന്നെ ലൈസൻസ് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു മാർഗ്ഗനിർദ്ദേശമായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഒരു ട്രെയിനിങ് കോഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കുവാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിഞ്ഞ സമയങ്ങളിൽ നമുക്ക് പറഞ്ഞ പോലെ വ്യക്തമായൊരു വിവരണങ്ങൾ ഇവിടെ നിന്നും കിട്ടിയിരുന്നില്ല. പല വീഡിയോകളും കണ്ടിരുന്നെന്ന് പറഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ പോലെ അഡ്വാൻസ് ലെവലിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഞാൻ പല വീഡിയോകളും ഞാൻ തിരഞ്ഞു നോക്കിയായിരുന്നു. പക്ഷേ വീഡിയോകളിലൊന്നും വ്യക്തമായിട്ടുള്ളൊരു വിവരണം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇനി പറഞ്ഞതുപോലെ മുമ്പോട്ട് ആർക്കെങ്കിലുമൊക്കെ ഈ പറഞ്ഞൊരു കിട്ടാതിരിക്കത്തില്ല, കിട്ടും. വളരെ വിചാരിക്കുന്നത് പോലെ വളരെ വിഷമകരമായിട്ടുള്ളൊരു സാഹചര്യമൊന്നും അല്ലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അഡ്വാൻസ് ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ലാഭകരം തന്നെയാണ്. വെറും 690 രൂപയ്ക്ക് നമ്മുടെ ലൈസൻസ് എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് തീർന്നു കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പം മൊത്തത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 690 രൂപ എന്ന് പറയുന്നത് സ്കൂളിൽ മൊത്തത്തിലായിട്ടുള്ള ഫീസ് മാത്രമാണ്. ഇനിയിപ്പം മെഡിക്കൽ ടെസ്റ്റിന് ഒരു 100 രൂപ, ഒരു 100 റിയാൽ മീൻസ് ഒരു 100 റിയാലോളം വരുന്നുണ്ട്. റൗണ്ട് ഫിഗറിൽ ഞാനങ്ങ് പറഞ്ഞല്ലോ. പറഞ്ഞ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ 80 റിയാലിന് നമുക്ക് തീരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ലൈസൻസ് എടുക്കുന്നത് ഇപ്പോൾ അറിയാമല്ലോ, 5 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 200 റിയാൽ, പിന്നെ 10 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 400 റിയാൽ. അപ്പോൾ എന്തായാലും ഞാനൊരു 5 വർഷത്തേക്കുള്ള കണക്കൂട്ടലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ ഒരു 1000 റിയാലിന് ഏകദേശം നാട്ടിലെ ഒരു 20,000 രൂപയ്ക്കകത്ത് എനിക്ക് സൗദിയുടെ ലൈസൻസ് നേടിയെടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇത് സാധ്യമാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം നമ്മൾ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് പ്രിപ്പയർ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 690 റിയാലിൻ്റെ പാക്കേജിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് സാധ്യമാക്കി എടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, നമസ്കാരം, താങ്ക് യു. അപ്പം
ഓക്കെ, അപ്പം വീണ്ടും മറ്റെന്തെങ്കിലും ഒരു വിഷയവുമായിട്ട് നേരിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമസ്കാരം, താങ്ക് യു. അതുപോലെ തന്നെ ലൈസൻസ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഒക്കെ അത് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കുവാനായിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.